നേരത്തെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിസംബർ 4-5-2025 ഇന്ത്യയിൽ വരുന്നുണ്ട്. അദ്ദേഹം വളരെ വലിയ ഒരുപാട് എഗ്രിമെന്റുകൾ നമ്മളുമായി വയ്ക്കാൻ സാധ്യതയുണ്ട്. പ്രതിരോധ ഇടപാടുകളായി പെട്രോൾ നമ്മൾ വാങ്ങുന്നു, ഡീസൽ വാങ്ങുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷെ പ്രതിരോധ ഇടപാടുകളായിരിക്കും വളരെ വലിയ കാര്യങ്ങൾ. 5S-400 ഡയഫ്രം വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ വാങ്ങാനുള്ള കരാർ നമ്മൾ ഒപ്പിട്ടേക്കും. അപ്പോൾ നമ്മൾ പ്രതിരോധ കരാറുകളിൽ പുതിയ ആയുധങ്ങൾ വാങ്ങാൻ, മിസൈലുകൾ വാങ്ങാൻ, ഡ്രോണുകൾ വാങ്ങാനുള്ള കരാർ റഷ്യയുമായി ഇടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ ശരിക്കും വ്യോമാക്രമണത്തെ തുടർന്നാണ് നമ്മൾ ഇതിനകത്ത് ഗൗരവമായി കുറെ കൂടി ഇന്ത്യ, നമ്മൾ പാകിസ്ഥാനെതിരാവട്ടെ, ബംഗ്ലാദേശ് ആവട്ടെ, നമ്മളെ എതിർക്കാൻ വരുന്ന രാജ്യം, തുർക്കി അടക്കമുണ്ട്, നമ്മളെ എതിർക്കാൻ വരുന്ന രാജ്യങ്ങളെ വളരെ കൃത്യമായി അവരെ തകർക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭീകരവാദത്തെ തകർക്കണമെങ്കിൽ കൃത്യമായി നമ്മുടെ ആയുധം വേണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നു. അതുകൊണ്ട് S-400 സംവിധാനത്തിന് കൂടുതൽ മിസൈൽ വാങ്ങാനുള്ള ഇടപാടിലും നമ്മൾ ധാരണയുണ്ടാക്കും.